സർസമീൻ തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ വളരെ നല്ലതെന്ന് പറയും. കാരണം ഒരു ഡ്രാമയാണ്, ഒരു നാടകം പോലത്തെ ഒരു ടൈപ്പ് സിനിമ. നമുക്ക് വളരെ മുഷിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പം കാണാൻ പറ്റിയ ഒരു സിനിമ. കാരണം ഒരുപാട് ഭാഷ, മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും ഒരുപാട് നമ്മുടെ തീവ്രവാദി സൈന്യം അങ്ങനെയൊക്കെയുള്ള മൂവീസ് ഉണ്ടല്ലോ. അതുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റിയ സിനിമയല്ല. പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, കജോളിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, പിന്നെ ഇബ്രാഹിം അലി ഇൻഡിവിജ്വലി ഒരു 3 പേരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ജോഡി ഒരിക്കലും ഒരു കാസ്റ്റിങ്ങിൽ പിഴവ് പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. പൃഥ്വിരാജിൻ്റെ ഭാര്യയായിട്ട് കജോൾ ഒരിക്കലും ഒരു മാച്ച് ആവാത്ത ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി അത് തമ്മിലില്ല. പിന്നെ ഇബ്രാഹിം അലിഖാൻ്റെ അച്ഛനായിട്ട് അലിഖാൻ്റെ അച്ഛനായിട്ട് നമ്മുടെ അതും ഒരിക്കലും ഒരു മിസ്മാച്ചായിട്ട് തോന്നും. പിന്നെ എന്താ പറയുക, ഒരു സിനിമാറ്റോഗ്രഫി നല്ല ഇതാണ്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു ഡ്രമാറ്റിക്കാണ് അങ്ങനത്തെ ഒരു ഇത്. പിന്നെ കുറേ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ, പിന്നെ വലിയ സെറ്റൊന്നുമല്ല, നമുക്ക് കുറച്ച് യാന്ത്രികമായിട്ടോ അതൊക്കെ തോന്നും. വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റിയ കുറച്ച് നമ്മുടെ സമയം പോകാൻ പറ്റിയ ഒരു സിനിമ. തിയേറ്ററിൽ എങ്ങാനും സിനിമയായിട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ബോംബ് പൊട്ടും പോലെ പൊട്ടിപ്പോയാൽ അങ്ങനത്തെ ഒരു ഇതാണ് സർസമീൻ.